ഗായ്സ്, അപ്പൊ നമ്മൾ കാന്താര ലെജൻഡ് ചാപ്റ്റർ 1 കാണാൻ വേണ്ടി SL സിനിമാസിൽ വന്നിരിക്കുകയാണ്. റിവ്യൂ പറയാൻ വേണ്ടി ആൾക്കാർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. പിന്നെ മാംഗോ ചില്ലിയാണ് എപ്പോഴും ഇവിടെ തന്നെയാണ്. ഹലോ ഗൈസ്, അപ്പൊ തുടങ്ങാം. ആദ്യം തന്നെ എല്ലാവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ. ഋഷഭ് ഷെട്ടി എഴുതി സംവിധാനം ചെയ്ത് 2025 ഒരു ഇന്ത്യൻ കന്നഡ ഭാഷ പീരീഡ് മിത്തോളജിക്കൽ ആക്ഷൻ ഡ്രാമയാണ് കാന്താര ലെജൻഡ് ചാപ്റ്റർ 1. കാന്താര സിനിമയുടെ പ്രീക്വലായിട്ടാണ് ഈ സിനിമ വരുന്നത്. ഹോംബാല ഫിലിംസിന്റെ കീഴിൽ വിജയ് കിരങ്ങന്നൂറാണ് ഈ സിനിമ നിർമ്മാണം വഹിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ അജനീഷ് ലോക്നാഥ് ആണ്. സിനിമ ഛായാഗ്രഹണം ചെയ്തിരിക്കുന്നത് അരവിന്ദ് എസ് കശ്യപ്പാണ്. ഈ സിനിമ എഡിറ്റ് ചെയ്തിരിക്കുന്നത് സുരേഷ് മല്ലയാണ്. ആൻഡ് ഈ സിനിമ കാന്താര കണ്ടവർക്കറിയാം കാന്താര 1 ഒരു എക്സൈറ്റ്മെന്റ് എന്താണെന്ന്. അത് തന്നെയാണ് ഈ സിനിമയുടെ വിജയവും. ആൻഡ് സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളിലായിട്ട് ഡയറക്ടറായിട്ടുള്ള ഋഷഭ് ഷെട്ടിയാണ് ഈ സിനിമയിൽ നായകനായിട്ടും വരുന്നത്. ആൻഡ് രുക്മിണി വസന്ത്, ജയറാം, മറ്റ് കഥാപാത്രങ്ങൾ ഈ സിനിമയിലുണ്ട്. ഇതിൽ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറയേണ്ട എനിക്കൊരു കാര്യം, നമ്മൾ മെയിൻ കാര്യങ്ങളിലേക്ക് വരാം. അജനീഷ് ലോക്നാഥ് മ്യൂസിക് ഡയറക്ടർ, പുള്ളിയുടെ ആ ഒരു സ്കോറും കാര്യങ്ങളൊക്കെ അതിഗംഭീരായിരുന്നു. ആൻഡ് ഹീറോയിൻ കാണുന്ന ഒരു ഇൻട്രൊഡ്യൂസ്, അവർ തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു സീനിലൊക്കെ വരുന്ന ഒരു പുരാണം മ്യൂസിക്കൊക്കെ ഭയങ്കര ഫീലായിരുന്നു സിനിമയിൽ കണ്ടപ്പോൾ. നന്നായിട്ട് എനിക്ക് വർക്കൗട്ടായി. ആൻഡ് മറ്റു സ്കോറുകളും എല്ലാം ഓരോ സീനിന് വേണ്ടി പടച്ചു വിട്ട ബീജിയങ്ങളൊക്കെ ആയിരുന്നു. അജനീഷ് കത്തിച്ചിട്ടുണ്ട് തിയേറ്ററിൽ. പിന്നെ നമുക്ക് എന്തായാലും വരാം ഡയറക്ടർ, ആക്ടർ, റൈറ്റർ ഋഷഭ് ഷെട്ടി. എനിക്ക് തോന്നുന്നു ഈ വർഷം അടുത്തും ഇതിന്റെ നോമിനേഷനൊക്കെ കൊടുക്കുമ്പോൾ വീണ്ടും ഒരു നാഷണൽ അവാർഡ് കിട്ടിയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല ഋഷഭ് ഷെട്ടിക്ക്. അമ്മാതി പെർഫോമൻസ് ആണ് സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫിനുപരി സെക്കൻഡ് ഹാഫിലാണ് നിങ്ങൾക്ക് ആ എക്സ്പെക്റ്റഡ് സീനൊക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന സീനൊക്കെ ഒരുപാട് വരുന്നത്. സെക്കൻഡ് ഹാഫിലെ ആ അഭിനയം, നിങ്ങൾ ഫസ്റ്റ് കണ്ട ആ ഒരു വരാഹരൂപം, പിന്നെ ആ ഒരു ദൈവം, ആ ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഹാഫിൽ നന്നായിട്ട് അത് ഗൂസ് ബംസ് സീൻസ് ഒക്കെ ആയിരുന്നു. ഞാൻ അതാണ് പറഞ്ഞത്, വീണ്ടും ഒരു നാഷണൽ അവാർഡ് കിട്ടാനുള്ള ചാൻസ് ഒക്കെ വിദൂരമല്ല ഋഷഭ് ഷെട്ടിക്ക്. അമ്മാതിരി പെർഫോമൻസ് ആണ് സിനിമയിൽ ഉടനീളം കാഴ്ചവെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ അറിയാം. ഈ സിനിമയിൽ കാന്താര 1 കണ്ടവർക്ക് അറിയാം കാന്താര 2 എന്തായിരിക്കും, ഏതായിരിക്കും, അല്ലെങ്കിൽ ഏത് സെറ്റപ്പാണെന്ന് നമുക്കറിയാം. ഒരു കോർ തീം എന്തായിരിക്കും, ദൈവം, ഈ കോൺസെപ്റ്റ് തന്നെ അത് തന്നെയാണ് ഈ സിനിമയിൽ ഉള്ളത്. പക്ഷെ അവർ എടുത്ത മേക്കിംഗ് ഒക്കെ അന്യായിട്ട് ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സിലൊക്കെ നമ്മൾ ബാഹുബലി കണ്ട ഒരു ഫീൽ, അത്രമാത്രം എഫക്റ്റീവ് ഒന്നും അടിച്ചില്ലെങ്കിലും അവര് ഒരു എന്താ പറയുക, ഒരു നന്നായിട്ട് ആ ഒരു ആർട്ടും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. ആൻഡ് പെർഫോമൻസ് വൈസ് ഋഷഭിന്റെ കാര്യം പറയേണ്ടതില്ല. അജ്ജാദിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ സീൻസ് ഒക്കെ ഗൂസ് ബംസ് ആണ്. ഒരു ഇന്റർവെൽ സീനുണ്ട്, അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഗൂസ് ബംപ് അടിക്കും. അമ്മാതിരി ഒരു സീനാണ് അത്. എല്ലാവരും ചുമ്മാ അതുവരെ ഇരുന്നിട്ട് എല്ലാവരും ക്ലാപ്സും വിളിയും കൂലൊക്കെ ആയിരുന്നു. തിയേറ്ററിൽ നല്ല ആംബിയൻസ് ആയിരുന്നു എല്ലാത്തിലും. രണ്ടാമത് വരുമ്പോൾ രുക്മിണി വസന്ത് കാണാൻ തന്നെ സ്ക്രീനിൽ വരുമ്പോൾ തന്നെ ഭയങ്കര ഗ്ലാമറാണ്. ഭയങ്കര ഗ്ലാമർ, സൂപ്പർ, നന്നായിട്ട് പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ക്യാരക്ടർ വൈസും നല്ലൊരു റോളാണ്. ചുമ്മാ എപ്പോഴും ഒന്നൊരു നെടി വരിക, ഒരു പാട്ടിന് എനിക്ക് അന്നവരില്ല, ഒരു നല്ലൊരു സ്ക്രീൻ പ്രസൻസ് ഉള്ള നല്ല റോളാണ് രുക്മിണിക്ക്. അതായത് നിങ്ങൾക്കറിയാം, മദ്രാസി ശിവകാർത്തിൻ്റെ സിനിമയിലൊക്കെ ആക്ട്രസ് ആണ് രുക്മിണി. അപ്പോൾ രുക്മിണിയുടെ റോൾ നല്ല റോളാണ്. ഇതിൽ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ നല്ല മാസ് സ്ക്രീൻ പ്രസൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ രുക്മിണിക്ക് ഇതിൽ കൊടുക്കുന്നുണ്ട്. അതങ്ങനെ കാണുമ്പോൾ കൊള്ളാം. രുക്മിണി നന്നായിട്ട് ചെയ്തിരുന്നു. പിന്നെ ജയറാമിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് റോളിലൊന്നും കിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ ക്ലൈമാക്സ് വന്നപ്പോൾ ജയറാമിന് ഒന്ന് ഹൈപ്പുള്ള ഒരു ചെറിയൊരു സീനും കാര്യങ്ങളൊക്കെ കിട്ടി. അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇപ്പോഴെങ്കിലും ഒരു നല്ല സീന് വന്ന്, ഇപ്പോഴെങ്കിലും കോആക്ടറായിട്ട് അഭിനയിച്ചതിൽ ഒരു കാര്യമായിട്ടൊരു റോള് കിട്ടിയെന്നൊരു തോന്നൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സിനിമ ഫുൾ ക്യാരി ചെയ്യുന്നത് ഋഷഭ് ഷെട്ടി തന്നെയാണ്. ഋഷഭ് ഷെട്ടി വരുന്നു, നിൽക്കുന്നു, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. പിന്നെ ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആർട്ട് വർക്കൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവർ ഈ സെറ്റപ്പൊക്കെ നല്ല ഗംഭീരമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. കുറച്ച് പൈസയൊക്കെ നല്ല രീതിക്ക് മുടക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒന്നിനേക്കാളും നല്ലൊരു ആർഭാടമായിട്ടാണ് ഈ കാന്താര ലെജൻഡ് ചാപ്റ്റർ 1 അവർ ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ അതിഗംഭീര സിനിമ. നിങ്ങൾ കാണുമ്പം എന്താ പറയുക, ഒപ്പീനിയൻ വൈസ് ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു അവിടെ ഇരിക്കുമ്പം എന്തെങ്കിലും തോന്നുവോ, അല്ലെങ്കിൽ ഇതെന്താ പടം നീങ്ങുന്നില്ലേ എന്നൊക്കെ ഒരു തോന്നലൊക്കെ തോന്നിയേക്കാം.
കാരണം ആ ഫസ്റ്റ് ഹാഫിലൊക്കെ ഒരു ചെറിയ ലാഗൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ അത് ആ ഒരു സീൻ വൈസ് ഒക്കെ നിങ്ങളൊന്ന് ഇരിക്കുമ്പോൾ പെട്ടെന്ന് അതൊന്നും ഇമ്പാക്ട് നിങ്ങൾക്ക് ആവുന്നില്ല. മൊത്തത്തില് തിയേറ്റർ മസ്റ്റ് വാച്ചാണ് പടം. അമ്മാതിരി സാധനങ്ങളുണ്ട്. ആ സെക്കൻഡ് ഹാഫിലൊക്കെ ദൈവമൊക്കെ കൂടിയിട്ട് കാണിക്കണ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ കൈ ഇങ്ങനെ കയറി അമ്മാതിരി സാധനങ്ങൾ ഋഷഭ് ചെയ്തിട്ടുണ്ട് സിനിമയിൽ. കിടിലം പടം, നിങ്ങൾ പോയി കാണുക. നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെടും. എന്തായാലും തിയേറ്റർ മസ്റ്റ് വാച്ചാണ്, പോയി കണ്ട വർത്താണ്. അതിനുള്ള കാര്യങ്ങളൊക്കെ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. നല്ല മാസും നല്ല ഫൈറ്റുകളും നല്ല ഡയലോഗുകളും നല്ല സ്ഥലങ്ങളും മൊത്തം ഡിവൈനാണ്. ക്ലൈമാക്സ് ഒക്കെ സൂപ്പർ സാധനങ്ങളാണ്. അതൊക്കെ തിയേറ്ററിൽ കണ്ടാലേ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. അതായത് ചുമ്മാ ഫോണിലൊക്കെ കണ്ടിട്ട് അതൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. കിട്ടില്ല ക്രിയേറ്റീവ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഡയറക്ടർ. അമ്മാതിരി സാധനങ്ങളൊക്കെ സിനിമയിലുണ്ട്. നിങ്ങൾ പോയി കണ്ടു കാണണം. കാന്താര ലെജൻഡ് ചാപ്റ്റർ 1 ഗംഭീരം.